അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. കുട്ടികൾക്കായുള്ള പുസ്തകശേഖരമായ അക്ഷരസാഗരം ചടങ്ങിൽ സമർപ്പിച്ചു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായ കെ.എൻ. പണിക്കരുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെ വായനാ ദിനാചരണം ആരംഭിച്ചു. എഴുത്തുകാരി ബീന ബിനിൽ വായനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. എന്താണ് വായന എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ വളരെയേറെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വായന. പക്ഷേ 1996 ആണ് ജൂൺ 19-ാം തീയതി വായനാ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. അത് 1995-ലാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട P.N. പണിക്കർ, പുതുവയൽ നാരായണ പണിക്കർ എന്നാണ് P.N. പണിക്കർ എന്ന അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമത്തെ. അദ്ദേഹത്തിൻ്റെ ചരമദിനത്തെയാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്, ഈ വായനാ ദിനമായി ആചരിക്കുന്നത്. അത് പിന്നീട് 2005, 2007 ആയപ്പോഴേക്കും ദേശീയ വായനാ ദിനമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇത് കേവലം ഒരു ആചാരമോ ചടങ്ങോ മാത്രമായി ഒതുക്കാതെ നമ്മുടെ ഇന്നത്തെ കുട്ടികൾ, അതായത് നിങ്ങളാണ് വരും കാലഘട്ടത്തിൻ്റെ സൃഷ്ടാക്കൾ എന്നാണ് പറയുക. വരും കാലഘട്ടത്തിലേക്ക് വേണ്ട എല്ലാം ഈ ബാല്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ കുട്ടികളേവരും വായനയെ അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇതൊരു ആചരണമായി കണക്കാക്കാതെ ഇതിനെ നിരന്തരമായിട്ട് വായനയ്ക്ക് വേണ്ടിയിട്ട് കേവലം ഒരു ദിവസത്തിൻ്റെതായ ആവശ്യം ഇല്ല, നമ്മൾ നിരന്തരം വായിക്കുന്നതാണ്. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വിട്ടത്ത് അധ്യക്ഷനായി. അറിവ് ലഭിക്കും, അതുകൊണ്ട് വായിക്കണം. നമ്മൾ ഇപ്പൊ നവമാധ്യമങ്ങളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടല്ലോ. TV ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർനെറ്റ്. അപ്പൊ അങ്ങനെ ഇന്റർനെറ്റിലൂടെ വാട്സപ്പ്, ടെലഗ്രാം, അങ്ങനെ ഇഷ്ടംപോലെ മാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ, അതിന്റെ തള്ളിക്കയറ്റം കാരണം നമ്മൾ പലപ്പോഴും വായന ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. പുസ്തകങ്ങളൊന്നും പലപ്പോഴും പലരും വായിക്കാറില്ല. കാരണം എല്ലാവരും TV കണ്ട പോലെ അതിലൂടെ അറിവ് കിട്ടുന്നുണ്ടല്ലോ, കാഴ്ചയാണത്. അതുപോലെ തന്നെ നമുക്ക് ഇന്റർനെറ്റ്, വാട്സപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ടെലഗ്രാം ഉണ്ടല്ലോ, അങ്ങനെ എത്ര നവമാധ്യമങ്ങളാണ് നമുക്കുള്ളത് അല്ലേ. അങ്ങനെ നമുക്ക് അതിൽ ഒതുങ്ങരുത്, കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. വിശാലമായിട്ടുള്ള അറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ പുസ്തകങ്ങൾ വായിക്കണം. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിന്റെ ഭാഗമായി പുതിയ പുസ്തകശേഖരമായ അക്ഷരസാഗരം ചടങ്ങിൽ സമർപ്പിച്ചു. പ്രധാന അധ്യാപകൻ CM ജോഷി, CC ലിസി ജോസഫ്, ജൂലിയറ്റ് നീലങ്കാവിൽ എന്നിവർ സംസാരിച്ചു. മലയാളം സാഹിത്യ രംഗത്തെ പ്രശസ്തരെ സ്കൂളിലേക്ക് സാങ്കല്പിക ട്രെയിനിൽ കൊണ്ടുവരുന്ന ചിത്രശില്പം ചടങ്ങിനെ ശ്രദ്ധേയമാക്കി. കവിതാലാപനം, പുസ്തകാസ്വാദനം, കവിതാശില്പം, അമ്മ വായന തുടങ്ങി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നത്.